നമസ്കാരം. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാഷ്ട്രങ്ങളുടെയും നഗരങ്ങളുടെയും ഒട്ടും സുരക്ഷിതമല്ലാത്ത രാഷ്ട്രങ്ങളുടെയും നഗരങ്ങളുടെയൊക്കെ തന്നെ പട്ടിക ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. ലെബനനും മിയാൻമാറും സുഡാനും അടക്കം 10 രാജ്യങ്ങളാണ് ലോകത്തെ ഏറ്റവും അപകടകാരികളായത്. തീരെ സുരക്ഷിതമല്ലാത്ത 10 നഗരങ്ങളിൽ പാകിസ്ഥാനിലെ കറാച്ചിയും ഉൾപ്പെടുന്നു. ദോഹയും മസ്കറ്റും മെൽബനും സിംഗപ്പൂരുമാണ് ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങൾ. അടുത്ത ഒരു വർഷം ഒരു കാരണവശാലും നിങ്ങൾ സന്ദർശിക്കാൻ പാടില്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലുള്ളത് ഇസ്രായേലും ലെബനനും ഇറാനുമാണ്. വേൾഡ് റിസ്ക് മാപ്പിൻ്റെ പട്ടികയിൽ ഈ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്നവർ വൻതോതിലുള്ള സുരക്ഷാ ഭീഷണിയാണ് നേരിടേണ്ടി വരിക. ഒരുപക്ഷെ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന ഹമാസ്, ഹിസ്ബുള്ള, ഇസ്രായേൽ, ഇറാൻ ഏറ്റുമുട്ടലുകളായിരിക്കാം ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. പട്ടിക അനുസരിച്ച് നിലവിൽ ലോകത്തെ 77 രാജ്യങ്ങളാണ് തീരെ സുരക്ഷിതമല്ലാത്തത്. ബുർക്കിന ഫാസോ, ലിബിയ, മിയാൻമാർ എന്നീ രാജ്യങ്ങളെയും ഇക്കുറി ഏറ്റവും അപകടം പിടിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ പുതിയതായി ചേർത്തിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ലക്സംബർഗ്, ബെൽജിയം, ഫിൻലാൻഡ്, ഐസ്ലൻഡ്, നോർവേ എന്നീ രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിൽ ഒരു തരത്തിലുമുള്ള റിസ്ക്കുമില്ല എന്നാണ് ഇവർ നൽകുന്ന വിശദീകരണം. എന്നാൽ ബ്രിട്ടൻ, ഫ്രാൻസ്, സ്പെയിൻ, സ്വീഡൻ എന്നീ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്നവർ അല്പം കരുതിയിരിക്കണം. നേരിയ റിസ്ക് ഫാക്ടർ ഇവിടെ ഉണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇറ്റലി, പോളണ്ട്, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളും ഏതാണ്ട് ഇതേ നിലവാരം തന്നെയാണ് സുരക്ഷയുടെ കാര്യത്തിൽ പാലിക്കുന്നത്. ഓരോ രാജ്യത്തും നിലനിൽക്കുന്ന രാഷ്ട്രീയ അസ്ഥിരത, കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയാണ് പലപ്പോഴും സുരക്ഷയുടെ മാനദണ്ഡമായി കണക്കാക്കപ്പെടുന്നത്. തീരെ സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളിൽ സൊമാലിയ, സിറിയ, സുഡാൻ, യമൻ, യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളുമുണ്ട്. ഈ രാജ്യങ്ങൾ യാത്ര ചെയ്യാൻ ഏറ്റവും റിസ്ക്കുള്ള രാജ്യങ്ങളാണ്. എന്നാൽ നേരത്തെ സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന അർജൻറ്റീന, അർമേനിയ, ബോസ്നിയ, ചൈന, മൊറോക്കോ, ക്യൂബ എന്നീ രാജ്യങ്ങളിൽ ഇപ്പോൾ സ്ഥിതിഗതികളിൽ നേരിയ മാറ്റം വന്നിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം സ്വിറ്റ്സർലൻഡിൻ്റെ തലസ്ഥാനമായ ബേണിനാണ്. ദോഹ, മെൽബൺ, മോൺട്രിയൽ, മസ്കറ്റ്, ഒട്ടാവ എന്നീ നഗരങ്ങളാണ് ഇക്കാര്യത്തിൽ ബേണിന് തൊട്ട് പിന്നാലെയുള്ളത്. ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സിയോളും സുരക്ഷിതമായ നഗരമായി നേരത്തെ കണക്കാക്കിയിരുന്നു എങ്കിലും കഴിഞ്ഞ ദിവസം അവിടെ സൈനിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ലോകത്തെ തീരെ സുരക്ഷിതമല്ലാത്ത നഗരങ്ങൾ ഇവയാണ്: ലെബനനിലെ ബെയ്റൂട്ട്, പിന്നെ ഗാസ. അതേസമയം നേരത്തെ സുരക്ഷാ കാര്യങ്ങളിലൊക്കെ തന്നെ മുൻനിരയിൽ നിന്ന മാലദ്വീപ് ഇപ്പോൾ രാഷ്ട്രീയ അസ്ഥിരതയും മറ്റ് പ്രശ്നങ്ങളും കാരണം പിന്നോട്ട് പോയിരിക്കുകയാണ്. പാകിസ്ഥാനിലെ കറാച്ചി ലോകത്തെ ഏറ്റവും സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ തന്നെയാണ്. അതേസമയം ലോകത്തെ സുരക്ഷിതമല്ലാത്ത നഗരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിലെ ഒരു നഗരം പോലും ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായി മാറിയിരിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യ യാത്ര ചെയ്യാൻ സുരക്ഷിതമല്ലാത്ത രാജ്യം എന്ന പട്ടികയിലും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ തന്നെയായിരിക്കാം ഒരു പക്ഷേ ലെബനനും ഇറാനും ഒക്കെ സന്ദർശിക്കുന്നതിന് സന്ദർശകർക്ക് ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ ഈ ഒരു സംഘടന നൽകിയിരിക്കുന്നത്. യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യുക്രൈനിൽ സന്ദർശനം നടത്തുന്നതൊക്കെ തന്നെ തീർത്തും അപകടകരമാണ് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ ഇപ്പോൾ ദീർഘദൂര മിസൈലുകൾ വരെ ഉപയോഗിക്കുന്ന ഒരവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ സന്ദർശിക്കുന്നതും അപകടകരമാണ്. പ്രധാനമായും ഈ പട്ടികയിൽ ഏറ്റവും അപകടകരമായി ചൂണ്ടിക്കാട്ടപ്പെടുന്ന സ്ഥലങ്ങൾ, രാജ്യങ്ങളും നഗരങ്ങളുമൊക്കെ തന്നെ യുദ്ധത്തിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത.